എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 13 മൺഡേ 2026. ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ജസ്റ്റ് വൺ ടൂൾ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒരു വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണത്. അത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 3 വർഷമായിട്ട് നമ്മൾ റെഗുലറായിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇന്നേ വരെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തു ഇന്നേ വരെ നമ്മളെ സ്ട്രാറ്റജി മാറ്റിയിട്ടില്ല. വോളിയം പ്രൊഫൈൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വോളിയം പ്രൊഫൈൽ പഠിച്ച സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പാണത്. അതിനകത്ത് നമ്മൾ കോൾസ് ലെവൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലെയും ഫോറക്സിലെയും ക്രിപ്റ്റോ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസങ്ങളും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അവിടെ കൊടുക്കുന്ന ലെവൽസ് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇടാറുള്ളൂ. അല്ലാതെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും ലെവലും മാറ്റം വരുത്തിയിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയാറില്ല. ഏത് ലെവലാണ് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നത് ആ സെയിം ലെവലാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗോൾഡിലേക്ക് പോവാം. ഇത് ഒയാൻഡയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. ഇതാണ് നമ്മളെ വീക്കിലി ചാർട്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തന്നത് ലാസ്റ്റ് ഞാനിട്ട വീഡിയോ. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ വീക്കിലി ലെവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരോ മാർക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ബൈയിങ് സോണാണ് ഈ ഒരു ലെവൽ. ഇതിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ വ്യൂ മാറി സെൽ സൈഡിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൻ്റെ മേലെയാണ് നമുക്ക് ബൈ ആക്റ്റീവ് ആവുള്ളൂ. ഈ ലെവലിൽ റീടെസ്റ്റിൽ നമ്മൾ ബൈ നോക്കുന്നതായിരിക്കും. അതേപോലെ ഈ ബൈ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് റീടെസ്റ്റിൽ സെല്ല് നോക്കാം. അതേപോലെ ഈ ഒരു സോണ് ബൈ സോണാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത് നമ്മളെ ആ സെല്ല്, ഈ റെഡ് കളർ ഉള്ളത് ഞാൻ സെല്ലിംഗ് സോൺ വരച്ചാണ്. ബ്ലൂ കളർ ഉള്ളത് മീൻസ് ഗ്രീൻ കളർ ഉള്ളത് ഇതിൻ്റെ മേലെ ബൈ ആക്റ്റീവ് ആവാൻ വേണ്ടി വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഇട്ട ലെവൽസ് തന്നെയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് പോയിട്ട് തന്നെ വീഡിയോ കാണുക. അതിനകത്ത് ഒരു പോയിൻ്റ് പോലും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. സെയിം എന്താണ് അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ തന്നിട്ടുള്ളത് ആ സെയിം ലെവൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള എന്താണ് അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു മാറ്റങ്ങളും വരുത്തിയില്ല. മാർക്കറ്റ് ഓപ്പൺ ആയത് എവിടെയാണ്? നമ്മൾ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് നേരെ താഴെ വന്നു. നമ്മളെ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തു. നിങ്ങൾക്ക് നോക്കുക അറിയാൻ വേണ്ടി പറ്റും. ടെലിഗ്രാമിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടാവും. ഏകദേശം 44-45 റേഞ്ചിലാണ് നമ്മൾ ബൈ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് 1-2 പോയിൻ്റ് എസ് എൽ. കാരണം ഇതിൻ്റെ താഴെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സിറ്റ് ആയി പോകുന്നതായിരിക്കും. സ്റ്റിൽ നമുക്ക് ഏകദേശം 30 പോയിൻറ്റിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 44 റേഞ്ചിൽ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 33-34 പോയിൻറ്റ്. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി താഴെയാണ് നമ്മൾ എൻട്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു 0.10 എടുത്തെങ്കിൽ ഒരു $350 മേലെ നമുക്ക് പ്രോഫിറ്റ് കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും സ്ക്രീൻഷോട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മളെ ലെവലിൽ വന്നു. അപ്പം ഇതാണ് നമ്മളെ ലെവൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പ്രാവശ്യം വന്ന് രണ്ടാമത്തെ പ്രാവശ്യം വന്ന് മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷേ വോളിയം പ്രൊഫൈലിൻ്റെ ലെവൽ അങ്ങനെയല്ല. മാർക്കറ്റ് ഇൻ കേസ് ഇനി ഡൗൺ പോയി കഴിഞ്ഞാലും ഇതെന്താണ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക നമ്മളെ ലെവൽ. കാരണം അത്രയും പക്ക പെർഫെക്റ്റ് ലെവൽ മാത്രമാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. വൺസ് അത് സപ്പോർട്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അത്രയും പെർഫെക്റ്റ് ലെവലായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ലാസ്റ്റത്തെ 10, 20, 30 വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലെവൽ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, എത്രത്തോളം പവർഫുള്ളാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സ്റ്റിൽ മാർക്കറ്റ് നമ്മൾ ലെവലിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതേപോലെ ഞാൻ ഇൻട്രാഡേ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. 1 മിനിറ്റിൽ TVCയുടെ ചാർട്ടിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് 4108 ബിലോ എന്താണ് സെൽ ആക്റ്റീവ് ആവുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയത് അവിടെ തന്നെ, അവിടെ നേരെ ഫോളോ വന്നു. ഇത് നമ്മുടെ സപ്പോർട്ട് ഏരിയ ആയിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു? സപ്പോർട്ട് ഏരിയ എന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഏകദേശം ഒരു 4 പോയിൻറ്റ് SL ആണ് നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 പോയിൻറ്റ് ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. 17-18 പോയിൻ്റ് ആയിരുന്നു ടാർഗറ്റ്. നമ്മൾ ടാർഗറ്റ് വരെ വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നേരെ താഴെ പോയി. നിങ്ങൾക്കറിയാം ഈ ക്യാനിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ലെവലിൻ്റെ താഴെ 1 മിനിറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെന്താണ് നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് അവിടുന്ന് ഫാളായി. കാരണം ഈ ലെവൽ ഇൻവാലിഡ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഓൾറെഡി ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ലെവലാണ് നമുക്ക് ഇപ്പോൾ സെല്ലിംഗ് സോൺ ഉള്ളത്. ആ ലെവലിൽ നിന്ന് ഏകദേശം മാർക്കറ്റ് 40 പോയിൻറ്റ് ഡൗൺ ആയിട്ടാണ് ഉള്ളത്. ഇപ്പോഴും മാർക്കറ്റ് ആ ഒരു സോണിൽ ഇവിടെ വരുമ്പോഴത്തേനും മാർക്കറ്റിൽ എന്താണ് സെല്ല് വന്നിട്ട് പോവുകയാണ്. ഇത് ഇനി നാളത്തേക്ക് ഇതല്ല, വാലിഡ് അല്ല. ഇത് ഇൻട്രാഡേ ബേസിൽ മാത്രമായിരുന്നു. ഫസ്റ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു? സെൽ ആക്റ്റീവായി, ഇവിടുന്ന് ബൈ ആക്റ്റീവായി. വൺസ് ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഈ ലെവൽ. ബാക്കിയുള്ള ലെവൽ ഞാൻ പുതിയ ലെവൽ കൊടുത്തതാണ്. ഇത് ഇനി നെക്സ്റ്റ് ബൈ ആക്റ്റീവ് ആണെങ്കിൽ ഈ ഒരു സോണ് 83
എന്നുള്ള സോൺ. ഓക്കെ, 83 എന്നുള്ള സോണിൻ്റെ മേലെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റും. 67-ൽ 64 ആയിരിക്കും നിങ്ങളെ SL എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ലെവൽ സ്റ്റിൽ അത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ പുതിയ ബൈ നോക്കുന്ന ആളുകൾക്ക് 83യുടെ മേലെ പ്രോപ്പർ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രാഡേ ബേസിലാണ് പറയുന്നത്, മറ്റേത് വീക്ക്ലി ബേസിലാണ് പറയുന്നത്. ഇൻട്രാഡേ ബേസിൽ ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീടെസ്റ്റിൽ ബൈ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് മാർക്കറ്റ് എന്താണ് റെസിസ്റ്റൻസ് ആയിട്ടാണ്. ബൈ ആക്റ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ മേലെ പോയാൽ മാത്രമാണ് ബൈ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അതേപോലെ BTCയുടെ ലെവൽ ഞാൻ ഇന്നലെ എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് ആക്റ്റീവ് ആവുന്നതിന് മുന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ഈ ഒരു ടൈമിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊടുത്തത് ഈ ഒരു സോണിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സെല്ല് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് രാവിലെ എന്ത് ചെയ്തു, സെല്ല് ആക്റ്റീവായി. ഓൾമോസ്റ്റ് നമുക്ക് ടാർഗറ്റ് നോക്കി കഴിഞ്ഞാൽ 1:14 ആണ് ടാർഗറ്റ്. 120 പോയിൻ്റ് SL, 1742 ടാർഗറ്റ്. ഓക്കെ, ഇത് ഞാൻ ലെവൽ ഓൾറെഡി ഈ ലെവൽ ഞാൻ ഓൾറെഡി ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുത്തതാണ്. ഈ ലെവലും ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുത്തത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റ്. ഇത് 1 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഞാൻ ഇട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാൻഡിൽ പോലും അതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്നില്ല. നമ്മൾ ടാർഗറ്റ് വെച്ച ലെവലാണിത്. ടാർഗറ്റിൻ്റെ താഴെ നോക്കി ഒറ്റ ക്യാൻഡിൽ പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല, ക്ലോസ് ആവുന്നില്ല മാർക്കറ്റ്. കറക്റ്റ് അവിടെ നിന്നാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് 800 പോയിൻറ്റിൻ്റെ മേലെ, 800 പോയിൻറ്റിൻ്റെ അടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ ലെവലിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 700 പോയിൻറ്റ് നമ്മളെ ലെവലിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം SL നമ്മൾ എത്ര പോയിൻ്റ് ഉണ്ട്, 490 to 525. ഏകദേശം എന്താണ് 35 പോയിൻറ്റ് SL-ലാണ് 700 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള സംഭവമല്ല, ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പോലും ഇത്രയും പവർഫുള്ളായ ലെവൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടത്തില്ല. ഓക്കെ, അത് നമ്മൾ ഏറ്റവും ചെറിയ ഫീസിലാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ലൈവ് എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ. കാരണം നിങ്ങൾ ഒരാളും വെറുതെ ക്യാഷ് കൊടുത്തിട്ട് പഠിച്ചിട്ട് എന്താ റിസ്ക് എടുക്കുക, മീൻസ് നമ്മൾ ആദ്യം പഠിച്ചു നോക്കിയിട്ട് ഇത് വെർത്തല്ലേ എന്നുള്ള റിസ്ക് എടുക്കാൻ വേണ്ടി ആളുകളെ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലെവൽ കണ്ടിട്ട് ഈ ലെവൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്യാഷ് കൊടുത്ത് പഠിച്ചാൽ മതി. കാരണം നിങ്ങൾ വെറുതെ ഞാൻ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് തരുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ലെവൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്യാഷ് കൊടുത്ത് പഠിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നാസ്ഡാക്കിൽ പിന്നെ ഇന്ന് നമ്മൾ ലെവൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ലെവൽ ലാസ്റ്റ് ഡേയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പുതിയ ലെവൽ കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ലാസ്റ്റ് ഡേയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് കണ്ടത്, ഇതിൻ്റെ മേലെ ഇവിടുന്ന് ബൈ ആക്റ്റീവായെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇന്ന് നിങ്ങൾ നോക്ക്, ഇതിനകത്തൊരു ചേഞ്ച് ഞാൻ വരുത്തിയില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ പോയി കാണുക. ഞാൻ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്, ഇതാണ് ബൈ, ഇതിൻ്റെ താഴെയാണ് SL. ഓക്കെ, മാർക്കറ്റ് ഇന്ന് നോക്കി ആക്ട് ചെയ്തത് കറക്റ്റ് ലെവലിൽ വന്നു. മാർക്കറ്റ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തില്ലേ? ഓൾമോസ്റ്റ് എത്ര പോയിൻ്റ് ഷൂട്ട് ചെയ്തു, ഏകദേശം 180 പോയിൻറ്റ്. നമ്മൾ കറക്റ്റ് SL-നെ ടാപ്പിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു, 180 പോയിൻറ്റ് മൂവ് ചെയ്തു. ഇതുകൊണ്ടാണ് പറയുന്നത് ഞാനൊരു മാറ്റം വരുത്തില്ല, ഒരു ചേഞ്ചും ഞാൻ വരുത്തില്ല. ഞാൻ ഇപ്പോഴാണ് ചാർട്ട് എടുത്ത് നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തു, കറക്റ്റ് എന്ത് ചെയ്തു, റീടെസ്റ്റ് എടുത്തു. എവിടെയാണ്, കറക്റ്റ് ലെവലിൽ എടുത്തു. അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് ഫാൾ. എത്ര പോയിൻറ്റ്, 288 പോയിൻറ്റ്. ജസ്റ്റ് നിങ്ങൾക്ക് സങ്കല്പിച്ചാൽ മതി എത്രയാണ് പോയിൻ്റ്. ഈ പോയിൻ്റാണ് നമ്മൾ SL ആയിട്ട് വരുന്നത്. എത്ര പോയിൻ്റ് ഉണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എത്ര പോയിൻ്റ് ഉണ്ട്, കൂടിപ്പോയാൽ 20 പോയിൻറ്റ്. ആ 20 പോയിൻറ്റിലാണ് മാർക്കറ്റ് ഏകദേശം 130 പോയിൻറ്റ് മേലോട്ടും 288 പോയിൻറ്റ് താഴോട്ടും മൂവ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു മാറ്റവും ഞാൻ വരുത്തില്ല. കഴിഞ്ഞ ദിവസം എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ആ സെയിം ഇത് തന്നെയാണ് ഇപ്പോഴും ഞാൻ കാണിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ലെവൽ. ഓക്കെ, ഈ ലെവൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്ന ലെവലാണ്. ഓക്കെ, അല്ലാന്ന് ആരും പറയത്തില്ല, കാരണം ഞാൻ തന്ന ലെവലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു മാറ്റവും ഞാൻ വരുത്തിയില്ല, സെയിം ലെവലാണ്. ഓക്കെ, മേലെയും താഴെ നിങ്ങൾക്ക് നോക്കാം, ലാസ്റ്റ് ഇത് വീഡിയോ എടുത്ത് നോക്കാം. മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആയത്, കറക്റ്റ് ലെവലിൻ്റെ മേലെ, നമ്മൾ സപ്പോർട്ടിൻ്റെ മേലെ ഓപ്പണായി. മാർക്കറ്റ് 3 വരെ ഷൂട്ട് ചെയ്തു മേലെ പോയി. ചെറിയ എന്ത് ചെയ്തു, ഒരു റിജക്ഷൻ എടുത്തു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അവിടുന്ന് നേരെ മേലത്തെ ലെവലിൽ പോയി, കറക്റ്റ് അവിടുന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഫാൾ ചെയ്തു. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 5 മിനിറ്റ് ചാർട്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇൻഡെക്സ്. ഓക്കെ, സ്റ്റിൽ 1 മിനിറ്റിലാണെങ്കിൽ 1 മിനിറ്റിലിട്ട് കാണിച്ചു തരാം, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സെയിം ലെവൽ, സെയിം ഇത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലെവൽ നോക്കി മാർക്ക് ചെയ്തത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഇതാണ് പിൻ പോയിന്റിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് ആക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നെ വോളിയം പ്രൊഫൈൽ അല്ല യൂട്യൂബിൽ ഞാൻ ഇട്ട ലെവൽ ഇതാണ്. ഞാൻ അടുത്തത് എന്ത് ചെയ്യുക, എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്ത ലെവൽ നെക്സ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സോറി
അപ്പോൾ ഈ പച്ച ലെവൽ ഞാൻ ഇന്ന് മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ബാക്കിയുള്ള ലെവലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പിൽ കൊടുത്തത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ലെവലാണ്. ഈ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ എന്താണ്, ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. കാരണം നിങ്ങൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ഇത് കണ്ടു സപ്പോർട്ടാണ്. അപ്പോൾ എന്താണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സപ്പോർട്ട് ആകുമ്പോൾ പുട്ടിൻ്റെ ലെവൽ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇതിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പോയിൻ്റ് ഉണ്ട്, 509, 510. ഏകദേശം എത്ര പോയിൻ്റ് എസ് എൽ വരും, ഒരു 10 പോയിൻ്റ് റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഇത് 1, 2 ഒറ്റ ക്യാനിലല്ല, ഏകദേശം 5, 6 ക്യാനിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ടൈം നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഒരു 10 പോയിൻ്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഏകദേശം എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവും, 247 പോയിൻ്റ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോളിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 150 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, മീൻസ് ഹൈ ആയിട്ടുള്ള ഒരു പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ, ഈവൻ ദോ ലോ ആയിട്ടുള്ള പ്രീമിയം എടുത്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ഒരു 70-80 പോയിൻ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 70-80 പോയിൻ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പോയിൻ്റ് അല്ല, നിങ്ങൾക്കറിയാം. കാരണം ലോട്ട് സൈസ് 65 ആണ്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് എന്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇത് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. ഈ ലെവലിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റൻസ് ആണ്, നിങ്ങൾക്ക് സി എടുത്ത് സ്കാൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് ടൈമിലാണ് ഞാൻ കൊടുത്തത്, ഏകദേശം 10 മണി 10:07 ഞാൻ കൊടുത്തു. അപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ ഞാൻ പറഞ്ഞു ചാടി കയറി ഇരിക്കരുത്, തിരിച്ച് വരുമ്പോൾ നിങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. തിരിച്ച് മാർക്കറ്റ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് അല്ലേ. ഏകദേശം എത്ര പോയിൻ്റ് എസ് എൽ വരും, 9 പോയിൻ്റ്. മാക്സിമം പോയാൽ 10 പോയിൻ്റ് എസ് എൽ വരും. കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ 10 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രീമിയമാണ്. നിങ്ങൾ സി എടുത്തു കഴിഞ്ഞാൽ 10 പോയിൻ്റ് വരുമോ, ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് 400 രൂപയുടെ പ്രീമിയമാണ്. അപ്പോൾ നിങ്ങൾ ഒരു 200 രൂപയുടെ പ്രീമിയം എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര വരും, 8 പോയിൻ്റ് നിങ്ങൾക്ക് എസ് എൽ വരും അല്ലേ. ആ 8 പോയിൻ്റ് എസ് എൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മളെ ലെവൽ എന്ന് പറയുന്നത്. ഇതെത്ര ലെവൽ, 59 പോയിൻ്റാണ്. 8 പോയിൻ്റ് റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഈ ലെവൽ ഞാൻ പിന്നെ വരച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് റെഡ് കളറിലുള്ളതല്ല, ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. അതിനുശേഷം വീണ്ടും ഞാൻ പറഞ്ഞു ഈ ലെവൽ 370 ബ്രേക്ക് ചെയ്യാൻ. അത് എത്ര മണിക്കാണ് ഞാൻ ഇട്ടത്, ഏകദേശം 11 മണിക്കാണ് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു 370 ബിലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, സി മേടിക്കേണ്ടവർക്ക് മേടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. ഏകദേശം എത്ര പോയിൻ്റ് എസ് എൽ ഉണ്ട്, 6.7. 1 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ആകുമ്പോൾ ഏകദേശം എത്ര പോയിൻ്റ് വരും, 8, 9, 10 പോയിൻ്റ് നിങ്ങൾ കൂട്ടിക്കോ. ഓക്കെ, ഈ പ്രീമിയത്തിൽ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രീമിയത്തിൽ എന്താവും, ഒരു ഏകദേശം 7 പോയിൻ്റ് എസ് എൽ. ആ ലെവലിൽ മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്തത് നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് ഇവിടെ വന്നു, കാരണം ഇത് ഞാൻ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുത്ത ട്രേഡാണ്. അപ്പോൾ ഈ ഇഷ്ടം പോലെ ടൈം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടായിരുന്നു. കാരണം ഈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് മുന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ എൻഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇൻ കേസ് ഇത് മിസ്സായി കഴിഞ്ഞാലും ഇവിടെ ഓപ്പർച്യൂണിറ്റി വീണ്ടും വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളെ ലെവൽ ഇതാണ്, നമ്മൾ ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിന് മുന്നേ തന്നെ ക്ലോസ് ചെയ്തു. പക്ഷേ സ്റ്റിൽ 7 പോയിൻ്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റ്, 135 പോയിൻ്റ്. 7 പോയിൻ്റ് റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് 135 പോയിൻ്റ് എന്ന് പറയുന്നത് ചില്ലറ പോയിൻ്റ് ആണോ, ഒരിക്കലും അല്ല. അതിനുശേഷം എന്ത് ചെയ്തു, ഇത് ഞാൻ ലൈവിൽ വരച്ചതാണ്, ഇത് ലൈവിൽ വരച്ചതാണ്. ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ എന്താണ് ഈ ലെവൽ, ഈ ലെവലിൻ്റെ മേലെ പോയി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 339 ഈ ട്രേഡ് ഉള്ള ആളുകൾക്ക് ട്രെയിൽ ചെയ്യുക. സി എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 339 മേലെ പോയി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എത്ര മണിക്കാണ് പറഞ്ഞത്, ഈ ഒരു ടൈമിലാണ് 1:35 ടൈമിൽ ഇതിൻ്റെ മേലെ പോയി മാർക്കറ്റ് തിരിച്ച് വന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ നിങ്ങൾ ഇവിടെ വീണ്ടും ഒരു സി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എസ് എൽ വരും, 10 പോയിൻ്റ് എസ് എൽ വരും. 10 പോയിൻറ്റിന് മേലെ മാർക്കറ്റ് എത്ര മൂവ് ചെയ്തു, 60 പോയിൻറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഒരു ഗ്രൂപ്പിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ആ ക്ലിയർ മെസ്സേജാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ടൈമും മെസ്സേജും അടക്കം സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല, കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്, കൊടുക്കാത്തതിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ ഇന്നലെ കൊടുത്തതാണ് 24,200 കോൾ. ഇതിൻ്റെ ലോജിക്ക് എന്താണ്, 90+ എബോ മാർക്കറ്റിൽ 1 മിനിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ട്രേഡ് ആക്റ്റീവാണ്. നമ്മൾ എസ് എൽ എവിടെയാണ്, 66 താഴെ 1 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ആണ് എസ് എൽ. നമ്മൾ ഡിസ്കൗണ്ട് എൻട്രി 75 ആണ്. ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അതിന് മുന്നേ തന്നെ സി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ലെവലും അതേപോലെ തന്നെ പുട്ടിൻ്റെ റെസിസ്റ്റൻസും ആയതുകൊണ്ട്. ഓക്കെ, സ്റ്റിൽ ആ ട്രേഡ് എടുത്തിട്ടില്ല. ഇത് മാത്രം ഇതിൻ്റെ ലെവലുമായി മാത്രമാണ് എടുത്തെങ്കിൽ എന്താണ്, നമ്മൾ ഡിസ്കൗണ്ടിൽ എൻട്രി വന്നു. ഏകദേശം എത്ര പോയിൻ്റ് എസ് എൽ വരും, ഇതിൻ്റെ താഴെ 6 പോയിൻ്റ് എസ് എൽ വരും. ഏകദേശം 30 പോയിൻ്റ് എന്ത് ചെയ്തു, മേലെ പോയി. പക്ഷേ ഇത് ചെറിയ പ്രീമിയം ആയതുകൊണ്ട് ഇതിൻ്റെ ലെവലാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളതിനകത്ത് നമ്മൾ കണ്ടാണ് പുട്ടിൻ്റെ ചാർട്ട് വെച്ചിട്ട് എത്രത്തോളം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുട്ടിൻ്റെ ചാർട്ട് വെച്ച് എടുക്കാനുള്ള റീസൺ എന്താ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോളിൻ്റെ ലെവൽസ് എന്താണ് മാർക്കറ്റിൽ ഏറ്റവും ഡൗൺ ആണ്. നമുക്കിവിടെ വേറെ ലെവൽസ് വേറെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ലെവൽ വെച്ചിട്ട് നമുക്ക് കോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുട്ടിൻ്റെ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ കോൾ എടുത്തത്. കാരണം 11 രൂപ 18 രൂപയുള്ള സാധനമാണ്. ഏകദേശം 130. കാരണം നമുക്ക് മോർണിംഗിൽ തന്നെ പുട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇല്ലേ.
ഏകദേശം 16-17 രൂപയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ആക്റ്റീവാണ്. ആ 19 രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 130 പോയിൻ്റ് അത് മൂവ് ചെയ്തിട്ടുണ്ട്. 130 വരെ മൂവ് ചെയ്ത് മീൻസ് ഏകദേശം 110 പോയിൻ്റ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ പ്രീമിയത്തിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 40-60 എടുത്താണ് എന്ത് എടുത്തിട്ടുണ്ടാവും, 40 രൂപയോ 60 രൂപയാണ് നിങ്ങൾ എടുത്തെങ്കിൽ ഈസി ആയിട്ട് 200-210 പോയിൻ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും 10 പോയിൻ്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തത്. കൊടുക്കാത്തതിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആർക്കെങ്കിലും വോളിയം പ്രൊഫൈൽ പഠിക്കാനും ഞാൻ തരുന്ന ലെവൽസ്, ഞാൻ തരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. 100% നിങ്ങൾ പ്രോഫിറ്റിലെത്തുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ ആക്സസും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.